ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ രാത്രിയിലെ ഒരു റൂട്ടീൻ കാണാം. അപ്പം കുറച്ച് ജ്യൂസ് മുന്തിരിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ അതൊന്ന് ജ്യൂസാക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ആദ്യം തന്നെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ ഗ്യാസിലിത് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുന്തിരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ പഞ്ചസാര ഇച്ചിരി കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ. ചിലപ്പം മുന്തിരിക്ക് ഇച്ചിരി പുളി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ കുറച്ച് പഞ്ചസാര കൂടുതലിടണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാം കേട്ടോ. പഞ്ചസാര കഴിഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കുപ്പിയിൽ ആക്കി വെച്ചു. ആ സമയം കൊണ്ട് നമ്മളെ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഒക്കെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കണം ഇത്. അപ്പം ഞാൻ ഗ്യാസിൽ നിന്നൊക്കെ എടുത്ത് വെച്ചു, നല്ലോണം തണുപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ രാത്രി ചപ്പാത്തിയും പിന്നെ മീൻകറി ഉണ്ട്, അതുമാണ് രാത്രിക്കത്തെ ഫുഡ്. പിന്നെ ചോറുണ്ട്, അപ്പം കറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് മീനും പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചട്ടി വെച്ചിട്ട് പപ്പടം പൊരിച്ചെടുത്തിട്ട് വേണം ഈ ചട്ടിയിൽ മീനൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ. അപ്പം നല്ല കുഞ്ഞമത്തി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ നാളെ രാവിലത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ടില്ല, അരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ സാമ്പാറാണ്. അപ്പോൾ ഞാൻ കുറച്ച് വേവ് കൂടിയ പരിപ്പായതുകൊണ്ട് തന്നെ പരിപ്പും വെള്ളത്തിലിട്ട് വെക്കണം, എന്നാൽ രാവിലെ പെട്ടെന്നാവുമല്ലോ. പിന്നെ നമ്മളെ കാബൂളി കടലയും മറ്റേ സാദാ കടലയും ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി വെക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ട് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ രാത്രിക്കത്തെ പിന്നെ റൂട്ടീന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ സാധാ ഒരു ഇച്ചിരി പഴയ വീടാണ് കേട്ടോ. അപ്പം കിച്ചൺ റാക്കൊക്കെ പഴയ മോഡലായിരിക്കും. അപ്പം രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് കിച്ചണിൻ്റെ ഒരു രൂപം. അപ്പോൾ ഓക്കെ, ബൈ.